The corporate accounting class. In this class, we are going to discuss about some new items that appears in the balance sheet and profit and loss account of a bank. In the previous classes, we were discussing about balance sheet and profit and loss account. What are the contents of balance sheet and profit and loss account? As all of you know, the balance sheet and profit and loss account is prepared in the form of schedules. The sum total of these schedules are brought to the balance sheet and profit and loss account from the respective schedule. In these classes, we are going to discuss about some theoretical points which are new to you. These items appear in profit and loss account or balance sheet as the case may be. Let me explain some important terms in this class and the following classes. First item, statutory reserve. As per the Banking Regulation Act, every bank must maintain 25% of its current year profit before paying dividend as a reserve fund called statutory reserve. അപ്പോൾ ബാങ്കുകൾ അവരുടെ ലാഭം എത്രയാണോ ആ ലാഭത്തിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുൻപ് 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്ന റിസർവിലേക്ക് മാറ്റിവെക്കണം. അപ്പോൾ അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 17 സെക്ഷൻ 17 പറയുന്ന പ്രകാരം ലാഭത്തിന്റെ 25% അവരെ സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റിവെക്കണം. അത് ഷെഡ്യൂൾ 2 എന്ന് പറയാം. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഷെഡ്യൂൾ 2 അത് കാണിക്കുക. So statutory reserve is compulsorily maintained by a bank at the rate of 25% of its profit. And the cash reserve. For banks, they have to maintain liquidity. അതായത് ബാങ്കിന് ഒരു ക്രൈസിസ് ഉണ്ടാവാൻ പാടില്ല, ലിക്വിഡിറ്റി ക്രൈസിസ്. ഇപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് വാങ്ങുന്നത് എല്ലാം നമുക്കറിയാം, അത് ലോണായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബാങ്കിന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ബാങ്കിന് ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടാവാതിരിക്കാൻ റിസർവ് ബാങ്കിന്റെ ചില നിർദ്ദേശങ്ങളുണ്ട്. അതിലൊന്നാണ് ക്യാഷ് റിസർവ്. എ ഷെഡ്യൂൾഡ് ബാങ്ക് ഹാവ് ടു മെയിൻറ്റെയിൻ എ ക്യാഷ് റിസർവ് ഓഫ് സർട്ടൻ പ്രിസ്ക്രൈബ്ഡ് പെർസെൻറ്റേജ് ഓഫ് ദെയർ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ഇൻ ഓർഡർ ടു എൻഷുർ ലിക്വിഡിറ്റി. അതായത് അവരുടെ കറന്റ് ഡെപ്പോസിറ്റ്സിൻ്റെയും അതേപോലെ സേവിങ്സ് ഡെപ്പോസിറ്റിൻ്റെയും ഒരു നിശ്ചിത ശതമാനം അവർ RBIയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു തുക, അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് നമ്മളത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ അത് 3% മുതൽ 15% വരെയാണ്. അത് ഓരോ സമയത്ത് RBI പറയുന്നത് പ്രകാരമാണ് മാർക്കറ്റിലെ ക്യാഷിന്റെ അവൈലബിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുക. കറന്റ് റേറ്റ് 3% ആണ്. അപ്പോൾ ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞാൽ എവറി ബാങ്ക് മസ്റ്റ് മെയിൻറ്റെയിൻ എ ക്യാഷ് റിസർവ് based on their savings bank and current deposits to ensure liquidity. It should be maintained with the RBI. So cash reserve ratio or CRR is 3% now. Then statutory liquidity ratio. അതുകൂടാതെ വേറൊരു റിസർവ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം കമ്പൽസറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ബാങ്ക്സ് വുഡ് മെയിൻറ്റെയിൻ ഇൻ ക്യാഷ്, ഗോൾഡ് ആൻഡ് സെക്യൂരിറ്റീസ് an amount not less than 25% of their demand and time liabilities in addition to CRR. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ കൂടാതെ അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിസർവ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ അത് നോട്ട് ലെസ് ദാൻ 25%, അത് 25% താഴെ. അപ്പോൾ അത് തീരുമാനിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ഇൻ ക്യാഷ്, ഗോൾഡ് ഓർ ഇൻ സെക്യൂരിറ്റീസ്. അതായത് 25% അവരുടെ കറന്റ് ആൻഡ് സേവിങ്സ് ഡെപ്പോസിറ്റിന്റെ 25% അവർ ക്യാഷ് ആയിട്ടും ഗോൾഡ് ആയിട്ടും സെക്യൂരിറ്റീസ് ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ പറയുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അത് ഇന്നത്തെ റേറ്റ് 18%. ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ RBI. Then another point is money at call and short notice. നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റമാണ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. അപ്പം ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്ക് കൊടുക്കുന്ന ഒരു ലോണാണ്, അഡ്വാൻസ് ആണ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. അപ്പം ദിസ് ഈസ് ഷോർട്ട് ടേം അഡ്വാൻസസ് മെയ്ഡ് ബൈ എ ബാങ്ക്
to bill brokers and other banks. ഷെയർ മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്തുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ ഷോർട്ട് ടേം ലോൺസ് കൊടുക്കും. അത് വളരെയധികം നിയമ മാനദണ്ഡങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടാണ് കൊടുക്കുക. അപ്പം ബ്രോക്കേഴ്സ്, ബിൽ ബ്രോക്കേഴ്സ്, ഷെയർ മാർക്കറ്റിലെ ബിൽ ബ്രോക്കേഴ്സിന് കൊടുക്കുന്നതാണ്. അപ്പം ഇഫ് ദ അഡ്വാൻസ് ഇസ് ഗിവൺ ഫോർ 1 day ഇറ്റ് ഈസ് കോൾഡ് മണി അറ്റ് കോൾ. ഇതാണ് ഒരു ദിവസത്തേക്ക് കൊടുക്കുന്ന ലോൺ, അതാണ് മണി അറ്റ് കോൾ. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഫോർ 7 days അതിന് പറയുന്ന പേര് മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്നാണ്. അപ്പോൾ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മീൻസ് ദീസ് ലോൺസ് ആർ ഷോർട്ട് ടേം ലോൺസ് issued by the bank to stock brokers etc. for short period. Money at call means 1 day. Money at short notice means 1 week. അപ്പോൾ ഇത് ബാങ്കിന്റെ അസറ്റ് സൈഡിൽ നമുക്കറിയാം ഷെഡ്യൂൾ 7 കാണിക്കുന്ന ഐറ്റമാണ്. ഇനി ബാങ്കിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അസറ്റ് അഡ്വാൻസസ് ആണ്. അപ്പൊ നമ്മൾ ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോൺ എന്നാണ് നമുക്ക് തോന്നുക. ബാങ്ക് കൊടുക്കുന്ന അഡ്വാൻസ്, ആർക്ക് കൊടുക്കുന്ന അഡ്വാൻസ്? കസ്റ്റമേഴ്സിന് ലോണായിട്ട്. അപ്പൊ അത് ബാങ്കിന്റെ അസറ്റ് ആണ്. അപ്പൊ അഡ്വാൻസസ് ഗിവൺ ബൈ ദ ബാങ്ക് ടു ദ കസ്റ്റമേഴ്സ് ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ്. അതിലൊന്ന് ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ്ഡ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ബാങ്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിലുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, 10,000 രൂപയാണ് അതിന്റെ വില, ജൂൺ 30 അതിന്റെ ഡ്യൂ ഡേറ്റ്. നൗ ഐ നീഡ് മണി, സോ ഐ വിൽ ഗോ ടു മൈ ബാങ്ക് ആൻഡ് ഡിസ്കൗണ്ട് ദ ബിൽ. അപ്പോൾ 10,000 രൂപയുടെ ബില്ലിന് അവർ 9,800 രൂപ എനിക്ക് തരും, 200 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് എടുക്കും. അപ്പോൾ ആ ബില്ല് ബാങ്കിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. അത് ജൂൺ 30 ബാങ്കിന് ക്യാഷ് കിട്ടും, എനിക്ക് കിട്ടുന്ന ക്യാഷ് ബാങ്കിന് കിട്ടും. അപ്പൊ അതുകൊണ്ട് ബിൽസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക് വിൽ അഡ്വാൻസ് ടു ദെയർ കസ്റ്റമേഴ്സ് ബൈ ഡിസ്കൗണ്ടിങ് ബിൽസ്. ദ എമൗണ്ട് ആഫ്റ്റർ ഡിഡക്ടിംഗ് ദ ഡിസ്കൗണ്ട് വിൽ ബി ഗിവൺ ടു ദ കസ്റ്റമർ. ഇൻ ദിസ് കേസ് ബാങ്ക് ഗെറ്റ് എ ഡിസ്കൗണ്ട്. അത് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് ഓൺ ബിൽസ് പർച്ചേസ്ഡ്. അപ്പൊ അത് മനസ്സിലാക്കുക. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നു, ആ ബില്ല് ബാങ്കിന്റെ പ്രോപ്പർട്ടിയാണ്, പിന്നീട് ബാങ്കിന് അതിന്റെ ക്യാഷ് കിട്ടും. ലോൺസ് നമുക്ക് ഏവർക്കും അറിയാം. ബാങ്ക് വിൽ ഇഷ്യൂ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലോൺ, ഓട്ടോമൊബൈൽ ലോൺ, ഹൗസിംഗ് ലോൺ, ബിസിനസ് ലോൺ, whatever. അപ്പോൾ ദീസ് ലോൺസ് മേ ബി given for a fixed period, for example 5 year, 10 year, whatever may be. Then it may be issued with or without security. അതായത് ചിലപ്പം ചിലത് ലോൺ സെക്യൂരിറ്റിയോടുകൂടിയായിരിക്കും, ചിലത് ലോൺ ഇല്ല, സെക്യൂരിറ്റി ഇല്ലാതെയായിരിക്കും. ഇറ്റ് ഈസ് ആൻ അസറ്റ് ഓഫ് ദ ബാങ്ക് ആൻഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻകം ഓഫ് ദ ബാങ്ക്. അതൊരു പിന്നെ അസറ്റാണ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻകം ആണ്. അനദർ ലോൺ ഈസ് ക്യാഷ് ക്രെഡിറ്റ്. നമുക്കെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ലോണാണെന്ന് പറയുന്നത് ക്യാഷ് ക്രെഡിറ്റ്. സെക്യൂർഡ് അഡ്വാൻസ് ദ ബാങ്ക് അലൗസ് എ ഫിക്സഡ് ലിമിറ്റ് വിത്തിൻ വിച്ച് ദ കസ്റ്റമർ ക്യാൻ ഡ്രോ ഫ്രം ദ ബാങ്ക്. അപ്പോൾ ഒരു നിശ്ചിത തുക ബാങ്കിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് പിൻവലിക്കാൻ അയാൾക്ക് കൊടുക്കുന്ന, ബിസിനസ്മാൻ കൊടുക്കുന്ന ഒരു പ്രൊവിഷനാണ് ക്യാഷ് ക്രെഡിറ്റ്. അപ്പോൾ സെക്യൂർഡ് ലോണാണ്. ഫിക്സഡ് ലിമിറ്റ് വിത്തിൻ വിച്ച് ദ കസ്റ്റമർ ക്യാൻ ഡ്രോ ഫ്രം ദ ബാങ്ക്. അപ്പോൾ ഒരു പരിധി വരെ ബാങ്കിൽ നിന്ന് ഏത് സമയത്തും പിൻവലിക്കാൻ, ചെക്ക് പാസ്സാക്കാൻ ബിസിനസ്സുകാരെ സഹായിക്കുന്ന ഒരു ലോണാണ് ക്യാഷ് ക്രെഡിറ്റ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അനദർ ഫോം ഓഫ് ക്യാഷ് ക്രെഡിറ്റ്. നമുക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, നമ്മുടെ അക്കൗണ്ടിലുള്ള പണത്തേക്കാൾ കൂടുതൽ പണം നമ്മൾക്ക് പിൻവലിക്കാമെങ്കിൽ, അതായത് എൻ്റെ അക്കൗണ്ടിൽ 1,00,000 രൂപയാണുള്ളത്, ഇന്ന് എനിക്ക് 2,00,000 രൂപയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ബാങ്കിൽ നിന്ന് 2,00,000 രൂപയുടെ പേയ്മെന്റ് നടത്തി കൊടുക്കും. 1,00,000 രൂപ എൻ്റെ ഓവർ ഡ്രാഫ്റ്റ് ആണ്. സോ എൻ്റെ ബാങ്ക് അഗ്രി to allow the customers to overdraw from his current account up to a certain limit with or without security. ഇപ്പൊ കസ്റ്റമറുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം ഒരു ലിമിറ്റ് വരെ, ഫോർ എക്സാമ്പിൾ എൻ്റെ ഓടി 5 lakh ആണെങ്കിൽ ഒരു ദിവസം എനിക്ക് 5 lakh വരെ എൻ്റെ അക്കൗണ്ടിൽ എക്സസ് ആയിട്ട് പിൻവലിക്കാം, പേയ്മെന്റ് ഒക്കെ നടത്താൻ ഉപയോഗിക്കാം. സച്ച് എ സിറ്റുവേഷൻ ഈസ് നോൺ ആസ് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ അഡ്വാൻസസ്, അഡ്വാൻസസ് ബാങ്കിന്റെ മെയിൻ സോഴ്സ് ഓഫ് അസറ്റ് ആണ്. അത് ബിൽസ് ഡിസ്കൗണ്ടഡ് ഉണ്ട്, ലോൺസ് ഉണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്, ഓവർ ഡ്രാഫ്റ്റ്. Then another item that appear in the balance sheet of a bank, branch adjustment or inter-office adjustment. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, 10,000 ബ്രാഞ്ചസ് ഓൾ ഓവർ ഇന്ത്യ ഈ ബാങ്കിനുണ്ട്. 31st March അവർ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ
അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഹെഡ് ഓഫീസിൽ നിന്ന് അങ്ങോട്ട് കുറെ അക്കൗണ്ട് പണം പോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് കുറെ ട്രാൻസാക്ഷൻസ് നടത്തും. അപ്പം അറ്റ് ദ ഡേറ്റ് ഓഫ് പ്രിപ്പയറിംഗ് ദ ബാലൻസ് ഷീറ്റ് സം ട്രാൻസാക്ഷൻസ് റിമെയിൻ അൺഅഡ്ജസ്റ്റഡ് ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ഇപ്പൊ 31 മാർച്ചിന് എല്ലാ ബ്രാഞ്ചുകളിലേക്കുമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാടുകൾ ചിലത് കംപ്ലീറ്റ് ആവാതെ ഉണ്ടാവും. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് റെപ്രസെന്റ്സ് ദ ട്രാൻസാക്ഷൻസ് അൺഅഡ്ജസ്റ്റഡ് in the books of head office due to lack of full particulars or non-receipt of advice from the branches. അപ്പൊ അത് അതിന്റെ സെറ്റിൽമെന്റ് നടത്തിയോ അതിന്റെ കാര്യങ്ങൾ എന്തായി എന്ന് സെറ്റിൽ ചെയ്യാത്ത ബ്രാഞ്ചുകളും ഹെഡ് ഓഫീസും തമ്മിലുള്ള ഇടപാടുകളെയാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ട് സിറ്റുവേഷൻ വരാം. ഈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ചിലപ്പോൾ ഒരു ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. സോ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് മേ ഹാവ് ഐദർ ഡെബിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. ഇഫ് ഇറ്റ് ഈസ് ഡെബിറ്റ് ബാലൻസ് അതൊരു അസറ്റ് ആണ്. നമ്മൾ അതർ അസറ്റ്സ് ഷെഡ്യൂൾ 11 കാണിക്കും. ബാലൻസ് ഷീറ്റിന്റെ ഷെഡ്യൂൾ 11 അസറ്റ്സിൽ ആയിരിക്കും അതർ അസറ്റ്സിൽ നമ്മൾ ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കാണിക്കുക ഷെഡ്യൂൾ 11 കാണിക്കുക. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതൊരു ലയബിലിറ്റി ആണ്. അതർ ലയബിലിറ്റീസ് ഷെഡ്യൂൾ 5 കാണിക്കുക. അപ്പോൾ ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ് ആർ ദ റിലേഷൻഷിപ്പ് ദ ട്രാൻസാക്ഷൻസ് പെൻഡിംഗ് ബൈ ദ ഹെഡ് ഓഫീസ് ആൻഡ് ദ ബാങ്ക് ആസ് ഓൺ ദ ക്ലോസിംഗ് ഓഫ് ദ ഡേ. സംടൈംസ് ഇറ്റ് മേ ബി എ ഡെബിറ്റ് ബാലൻസ്. അത് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അസറ്റ് ആണ് ഷെഡ്യൂൾ 11 കാണിക്കുക. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ലയബിലിറ്റീസ് അതർ ലയബിലിറ്റീസ് ഷെഡ്യൂൾ 5 കാണിക്കുക. Another one is short loans. Short loans means bank customers short term loans. For example, 6 മാസത്തേക്കോ 3 മാസത്തേക്കോ കൊടുക്കുന്ന ലോൺസ് ആണ് ഷോർട്ട് ടേം ലോൺസ്. അത് ചിലപ്പോൾ ഇറ്റ് മേ ബി ഫ്രം അതർ ബാങ്ക്സ്, അത് ബാങ്കിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പം ലോൺസ് ടേക്കൺ ബൈ ദ ബാങ്ക് ആണ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ. അത് ഷെഡ്യൂൾ 4 ബോറോയിങ്സ് ഫ്രം അതർ ബാങ്ക്സ് അത് കാണിക്കുന്നത്. അത് ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ കാണിക്കുക. ഷോർട്ട് ലോൺസ് ടേക്കൺ ബൈ ദ ബാങ്ക് from other banks for immediate needs. Bills payable. ഇത് വളരെ സുപരിചിതമായ ഒരു ഐറ്റമാണ് നമുക്ക് എല്ലാവർക്കും. ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട സർവീസാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ DD എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു DD എടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ബോംബെയിലുള്ള എൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് കുറച്ച് പൈസ അയക്കണം. ഞാൻ ചുങ്കത്തറ സ്റ്റേറ്റ് ബാങ്കിൽ പോയിട്ട് 10,000 രൂപ കൊടുത്തിട്ടൊരു DD വാങ്ങുന്നു. ഈ DD ഞാൻ ബോംബെയിലേക്ക് അയച്ചു കൊടുക്കുന്നു. അയാളുടെ അക്കൗണ്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ബാങ്ക് അയാളുടെ അക്കൗണ്ടിലേക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ DD ഞാൻ എടുത്ത് അത് ആർക്കാണോ പണം കൊടുക്കാൻ അയാൾക്ക് അയച്ചു കൊടുക്കുന്നു. അയാൾ അയാളുടെ അക്കൗണ്ടിൽ കൊണ്ട് കൊടുക്കുമ്പോഴാണ് അയാളുടെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് വരിക. ഫോർ എക്സാമ്പിൾ മാർച്ച് 30 ഞാനൊരു DD എടുത്തു. ആ DD എടുത്ത ക്യാഷ് ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ കൊടുത്തു. ഇത് ഏപ്രിൽ 10 ബോംബെയിലെ ബിസിനസ്സുകാരൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ മാർച്ച് 30 തൊട്ട് ഏപ്രിൽ 10 വരെ ഇത്രയും രൂപ ആരുടെ കയ്യിലിരിക്കുകയാണ്? ബാങ്കിന്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ അത് ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ഹെഡാണ്. അതായത് എനി സച്ച് ഡ്രാഫ്റ്റ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് റിമെയിൻ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ ക്ലോസിംഗ് ഡേറ്റ്. 31 മാർച്ചിന് നമ്മൾ എടുത്ത DD ബാങ്ക് കസ്റ്റമർക്ക് പണം കൊടുത്തില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഐറ്റത്തിനാണ് നമ്മൾ ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. അത് ലയബിലിറ്റി സൈഡിൽ അതർ ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഷെഡ്യൂൾ 5 കാണിക്കുക. അപ്പോൾ DD ബാങ്ക് ഇഷ്യൂ ചെയ്യും. ആ DDയുടെ ഫണ്ട് ബാങ്ക് പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ അത് 31 മാർച്ചിന് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് ഷെഡ്യൂൾ 5 കാണിക്കുക. ബാങ്ക് അതിനൊരു സർവീസ് ചാർജ് കമ്മീഷൻ ഈടാക്കും. ബിൽസ് ഫോർ കളക്ഷൻ ബീയിങ് ബിൽസ് റിസീവബിൾ. ബിൽസ് ഫോർ കളക്ഷൻ ബീയിങ് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ബാങ്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ഓഫറാണ് ഈ പറയുന്ന ബിൽസ് ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടത്. ഇപ്പം ബാങ്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്നും ഒരു ബില്ല് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ബില്ല് ബാങ്ക് കയ്യിൽ സൂക്ഷിക്കുകയും മാച്യൂരിറ്റി ഡേറ്റിന് അത് ആ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ സം ബിൽസ് റിമെയിൻ ഔട്ട്സ്റ്റാൻഡിംഗ്. അതായത് ആ 31 മാർച്ചിന് കസ്റ്റമർ എൻ്റെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ആ പൈസ തന്നു, പക്ഷെ ബാങ്കിന് ആ പണം കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ദേ ആർ കോൾഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ബിൽസ് ഫോർ കളക്ഷൻ. ഔട്ട്സ്റ്റാൻഡിംഗ് ബിൽസ് ഫോർ കളക്ഷൻ. ബിൽസ്
in the bank which were not realized as on the date of balance sheet. അപ്പോൾ അത് കസ്റ്റമർ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ കൊടുത്തു, പക്ഷെ ബാങ്കിന് ആ പണം കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു ഐറ്റമാണ് ബിൽസ് ഫോർ കളക്ഷൻ ബീയിങ് ബിൽസ് റിസീവബിൾ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഷെഡ്യൂൾ 12 ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ ഷെഡ്യൂൾ 12ലാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്, പുതിയ ഐറ്റംസ് ആണ്. ഇതിന്റെ ബാക്കിയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.